എന്നും ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി 360 370 ഒക്കെ നൈറ്റി മാത്രം ഇട്ടാൽ മതിയോ? നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്കൊന്ന് സ്റ്റൈലായിട്ട് തന്നെ നിൽക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എല്ലാ ഹൗസ് വൈഫുകൾക്കും, അങ്ങനെയല്ല ഹൗസ് വൈഫ് എന്നൊന്നുമില്ല കേട്ടോ, ഏത് ഏജുകാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എൻ സ്റ്റൈലിന്റെ പ്രീമിയം കുർത്തീസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനകത്ത് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ, നല്ലൊരു ലൈറ്റ് ഒരു ലാവൻഡറും പർപ്പിളും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫാബ്രിക് വന്നേക്കുന്നത് പറഞ്ഞാൽ 2 ടൺ ഫാബ്രിക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. നമ്മൾ ഈ കൊണ്ടുവന്നേക്കുന്ന എല്ലാം തന്നെ നമ്മൾ നൈറ്റി കട്ടിങ്ങിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളും കൂടി ഉണ്ട്. എല്ലാ ഷെയ്ഡ്സും തന്നെ ഒന്നിനൊന്നിനും സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡുകളാണ് വരുന്നത്. ഫസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന കഴിഞ്ഞു. നെക്സ്റ്റ് വൺ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ കളറിലേക്കാണ്. ഇതിന്റെ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്, ബ്ലാക്ക് കളറും കൂടി ആയിട്ട്. ബാക്കിലേക്കും കൂടി ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്ന രീതിയിലേക്കാണ് കേട്ടോ. സ്ലീവിലേക്കും കൂടെ ക്രോസ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അതിന് ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 630 സ്റ്റാർട്ടിങ് ആ റേറ്റിലേക്ക് വരുന്നുണ്ട്. അതിനകത്ത് പ്രൈസിനനുസരിച്ചിട്ട് ലാർജ് ആകുമ്പോഴത്തേക്കിനും പ്രൈസ് കുറച്ച് കുറയും. എക്സൽ ആകുമ്പോൾ റേറ്റ്, ഡബിൾ എക്സൽ ആകുമ്പോൾ ഒരു 10-15 റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പറഞ്ഞാൽ നമ്മളൊരു ഗ്രേപ്പ് കളറിലേക്കാണ് വരുന്നത്. അടുത്തത് വരുന്നത് പറഞ്ഞാൽ നല്ലൊരു റെഡിഷ് മെറൂൺ എന്ന് പറയാം. റെഡിനകത്തേക്ക് ബ്ലാക്കും കൂടെ വരുന്നുണ്ട്. ആ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. നമ്മളൊരു ബ്രിക്ക് കളർന്നും കൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു റസ്റ്റ് ഷെയ്ഡിലേക്ക്, നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവർക്കും തന്നെ മാച്ച് ചെയ്യുന്ന ഷെയ്ഡുകളായി റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ലെങ്തിലേക്കാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്നത് ഇതുപോലെ. ഇനി നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും നമ്മൾ കനിഹ ഇട്ടേക്കുന്ന ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അതിനെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇത് വന്നേക്കുന്നത്. എല്ലാം തന്നെ നല്ല പ്രീമിയം ആയിട്ടുള്ള നൈറ്റീസ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു 2 ടൺ റയോൺ ഫാബ്രിക്കിനകത്തേക്ക് തന്നെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന രീതിയിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. യോക്കിലേക്കായിട്ട് നല്ലൊരു എംബ്രോയിഡറി വർക്ക്. അപ്പോൾ ഇതിനകത്തെ ഫ്ലോറൽ പ്രിന്റ് യെല്ലോ ആയതുകൊണ്ട് തന്നെ യോക്കിലേക്ക് കൊടുത്തേക്കുന്നത് യെല്ലോ കളറിലെ ഒരു പ്ലെയിൻ പാച്ച്, അതിനകത്തേക്ക് റണ്ണിങ് സ്റ്റിച്ചസും എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 640 റുപ്പീസിലേക്കാട്ടോ. അത് സൈസിനനുസരിച്ചിട്ട് ഇതിനകത്തേക്ക് ഡിഫറൻസ് വരും. അതിൻ്റെ തന്നെ എല്ലാ ഷെയ്ഡ്സും തന്നെ സൂപ്പറായിട്ടാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ലാവൻഡർ ഷെയ്ഡിലെ ഫ്ലോറൽ പ്രിന്റുകളാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നത് എല്ലാത്തിനും തന്നെ നല്ല ലെങ്ത് വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്ന ഇങ്ങനെ ഞാൻ ഇപ്രാവശ്യം മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ സൈസും തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലാർജ് എക്സൽ, ഡബിൾ എക്സൽ കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡ്. അപ്പം നിങ്ങൾക്ക് കളറും ആ നൈറ്റിയുടെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്ക്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് എൻ സ്റ്റൈലിലെ തന്നെ എവർ ട്രെൻഡിങ്, ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നൈറ്റീസാണ്. പ്ലെയിൻ കളറിലേക്ക് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് വൈറ്റ് കളറിലെ പൈപ്പിങ്ങും അതേപോലെ തന്നെ എംബ്രോയിഡറിയും കൂടെ വരുന്നതാണ്. ബാക്കിലേക്കും കൂടെ ഇതേപോലെ തന്നെ പൈപ്പിങ് വന്നിട്ട് താഴേക്ക് പ്ലീറ്റ്സ് വരുന്ന രീതിയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം. ഇനി അതിൻ്റെ തന്നെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഒരു ബ്രിക്ക് കളറിലേക്ക്, നമ്മുടെ ഒരു മണ്ണിൻ്റെ നിറം പറത്തില്ല ആ ഒരു ഷെയ്ഡിലേക്ക്. അപ്പോൾ അതിനകത്ത് തന്നെ നോക്കിയാൽ മതി. ഇതിനകത്തേക്ക് പീക്കോക്ക് കളറിലെ എംബ്രോയിഡറിയും വരുന്നുണ്ട്. ഇതിനകത്തേക്ക് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കുള്ള എംബ്രോയിഡറിയും വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഒരു കുറച്ചുകൂടി ഒരു പിങ്ക് കൂടിയൊരു, നമ്മുടെ ഒരു റാണി പിങ്ക് അല്ല, ഒരു പർപ്പിൾ മിക്സ് ചെയ്ത് വന്നേക്കുന്നത് നമ്മുടെ ഒരു പിങ്ക് എന്ന് പറയാം കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 625 റേറ്റിലേക്കൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ പർപ്പിൾ, ആ ഒരു ബ്രിക്ക് കളറിനകത്തേക്ക് തന്നെ ആ ഒരു ബ്രിക്കും റസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു ഷെയ്ഡാണ്. അതിനകത്തേക്ക് നമ്മൾ നേവി ബ്ലൂ കണ്ടു. ഇത് റോയൽ ബ്ലൂ ആണ് ഇതിനകത്തേക്ക് വന്ന എംബ്രോയിഡറി. ഈ എംബ്രോയിഡറിക്ക് മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ലാവൻഡറിനകത്തേക്ക് റോയൽ ബ്ലൂ കളറിലെ എംബ്രോയിഡറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ നേവി ബ്ലൂവിനകത്തേക്ക് ഒരു ഓറഞ്ച് കളറിലെ എംബ്രോയിഡറി വർക്ക്. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഏജുകാർക്കും തന്നെ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു ലുക്ക് വരുന്നത്. സ്ലീവിലേക്കും പൈപ്പിങ്ങും എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്കാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പാറ്റേണിലേക്ക് നമ്മൾ കിടക്കുവാണ്. ഇതും 2 ടൺ റയോൺ ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെൻ സ്റ്റൈലിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഫ്രണ്ടിലേക്കായിട്ട്, അതായത് ജസ്റ്റ് ബോർഡേഴ്സ് മാത്രം കൊടുത്തിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഉണ്ട്. താഴെ ഇതിൻ്റെ ഹെംലൈൻ്റെ തൊട്ട് മുകളിലേക്കായിട്ട് അവിടേക്കായിട്ടും സെയിം അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലെ ഒരു പടിയും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. യോക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറിലെ പൈപ്പിങ്, സ്ലീവിലേക്കും പൈപ്പിങ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലേക്കും പ്ലീറ്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് അതിൻ്റെ തന്നെ നമ്മുടെ ഒരു റസ്റ്റ് കളറിലേക്കാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേപ്പ് കളർ, ഡബിൾ ഷെയ്ഡാണ്. ഇതിനകത്തൊക്കെ ബ്ലാക്ക് കളറും കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്ന 2 ബ്ലൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കാം. അതായത് ഒരെണ്ണം വരുന്നത് നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ്,
ഇങ്ങനെ വരുന്നുണ്ട്. ഒരെണ്ണം വരുന്നത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ, കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് വന്നേക്കുന്ന ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത്. അപ്പോൾ ഇത് നേവി ബ്ലൂ, ഇത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ആണ്. രണ്ടിൻ്റെയും ഫ്രണ്ടിലേക്കുള്ള എംബ്രോയിഡറി വർക്ക് എല്ലാത്തിനും സെയിം ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 620 റേറ്റിലേക്കൊക്കെ കേട്ടോ. സൈസ് വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഡിഫറൻസുകൾ വരുന്നുണ്ടാവും. നെക്സ്റ്റ് ആണ് വന്നേക്കുന്നത് നമ്മുടെ ഡാർക്ക് ഗ്രീൻ കളറിലേക്ക്. എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ഒരു ഷെയ്ഡായി ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് വൈറ്റ് കളറിലെ കോമ്പിനേഷനാണ് വരുന്നത്. ഇങ്ങനെയാണ് ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം. ഹോം വെയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലും ഉണ്ട്. നമ്മുടെ മെയിൻ പേജിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൈസ് വൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുർത്തി യൂസ് ചെയ്യുന്ന സെയിം സൈസ് തന്നെ നിങ്ങൾ എടുത്താൽ മതിയാവും.